ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ഇലക്ട്രോണിക്സിൻ്റെ ഫണ്ടമെൻ്റൽ ഡീറ്റെയിൽസ് നമ്മളെടുത്തു. ഇലക്ട്രോണിക്സിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ ആപ്ലിക്കേഷൻസ്, എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻസ് വരുന്നത്, ആ ആപ്ലിക്കേഷൻസും എങ്ങനെ നമുക്ക് എത്തിക്കാൻ സാധിക്കും, നമുക്ക് അതിലേക്ക് എവിടേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളത് കണ്ടുപിടിച്ചു. ആ കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം ഏറ്റവും ആദ്യമായിട്ട് ഇലക്ട്രോണിക്സിൽ കണ്ടുപിടിക്കപ്പെട്ട ഫാബ്രിക്കേറ്റ് ചെയ്ത ഡിവൈസ് PN ജംഗ്ഷൻ ഡയോഡ്, ആ സെമി കണ്ടക്ടർ ഡയോഡിൻ്റെ ഫണ്ടമെൻ്റൽ ഡീറ്റെയിൽസാണ് ലാസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചത്. നമുക്കിനി അതിൻ്റെ ക്യാരക്ടറൈസ്, അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലേക്കൊന്ന് കിടക്കാം. നമ്മൾ സെമി കണ്ടക്ടർ ഡയോഡ് ഇന്നലെ പഠിച്ചപ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോട്ട് ചെയ്തപ്പോൾ, അതിൽ ഫോർവേഡ് ബയാസ്, റിവേഴ്സ് ബയാസ് എന്ന് പറയുന്ന 2 കൺസെപ്റ്റുകൾ മനസ്സിലായി. എന്താണ് ഫോർവേഡ് ബയാസ് എന്ന് ഓർമ്മ? ഫോർവേഡ് ബയാസ് ഒരു സെമി കണ്ടക്ടർ ഡയോഡിൻ്റെ P സൈഡിലേക്ക് പോസിറ്റീവും N സൈഡിലേക്ക് നെഗറ്റീവും കൊടുത്ത് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൂടെ അതിൽ വരുന്ന മജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആ ഡിപ്ലീഷൻ ലെയറിനെ ഓവർകം ചെയ്ത് അതിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യും. ഓർ ഇൻ ഷോർട്ട് ഇറ്റ് കണ്ടക്ട്സ്. റിവേഴ്സ് ബയാസ് ആണെങ്കിലോ പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ അതേ ഡയറക്ഷനിൽ, അതേ പൊളാരിറ്റിയിൽ വരുന്ന ബയാസിങ് നമ്മൾ കൊടുത്തുകൊണ്ട് ആ പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഹില്ലിൻ്റെ ഹൈറ്റ് കൂടിയതായിട്ട് നമുക്ക് പറയാം. ഒരിക്കലും അതിൻ്റെ ബാരിയറിന് ഓവർകം ചെയ്ത ഇലക്ട്രോൺസിനോ അല്ലെങ്കിൽ ഹോൾസിനോ മൂവ് ചെയ്യാൻ സാധിക്കില്ല. ഓർ ഇറ്റ് വിൽ ബി ഇൻ ദ നോൺ കണ്ടക്റ്റിംഗ് സ്റ്റേജ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതിൻ്റെ ഡീറ്റെയിൽസ്, വോൾട്ടേജ് കൊടുക്കുന്നതിനനുസരിച്ച് അതിലൂടെ പാസ് ചെയ്യുന്ന കറൻറ്റിൻ്റെ വാല്യൂ, ഇത് നമുക്കൊന്ന് സ്റ്റഡി ചെയ്യാനായിട്ട് വി ക്യാൻ യൂസ് ദ ക്യാരക്ടറിസ്റ്റിക് ഗ്രാഫ്. ആ ഗ്രാഫ് നോർമലി നമ്മൾ ഇലക്ട്രോണിക്സിൽ ഗ്രാഫ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏത് ടൈപ്പിലായിരിക്കും നമുക്കൊന്ന് നോക്കിയാൽ വോൾട്ടേജ് എക്സ് ആക്സിസിലും കറൻറ്റ് വൈ ആക്സിസിലും ഉപയോഗിച്ച് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഈ ഗ്രാഫിനെയാണ് വോൾട്ട് ആംപിയർ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ വോൾട്ടേജും കറണ്ട് VI ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നു ഫോർവേഡ് ബയാസ് ആണെങ്കിൽ ഫോർവേഡ് ബയാസിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തതിൻ്റെ കറൻറ്റിൽ മാറ്റം വരും നമുക്കറിയാം. ഇൻ ദ കേസ് ഓഫ് ജെർമേനിയം ദ പൊട്ടൻഷ്യൽ ബാരിയർ ഈസ് 0.3 വോൾട്ട്. സിലിക്കൺ ആണെങ്കിലോ 0.7 വോൾട്ട്. ഈ PN ജംഗ്ഷൻ്റെ ഉള്ളിൽ വരുന്ന വോൾട്ടേജ് N സൈഡിൽ പോസിറ്റീവും P സൈഡിൽ നെഗറ്റീവായിട്ട് വരുന്ന പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ വാല്യൂ ആണ് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമുക്ക് ഓർത്ത് വയ്ക്കാവുന്ന വാല്യൂസാണ് 0.3 ഫോർ ജെർമേനിയം, 0.7 വോൾട്ട് ഫോർ സിലിക്കൺ. അപ്പോൾ 0.3 വോൾട്ട് വരെ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫോർവേഡ് കൊടുത്താലും അത് ഫോർവേഡ് ആവില്ല. കാരണം എന്താ, ഈ പോസിറ്റീവ് സൈഡിൽ നമ്മൾ കൊടുക്കുന്ന 0.3 എന്ന് പറയുന്ന വോൾട്ടേജ് ഇതിനെ ഓവർകം ചെയ്യാൻ സഫീഷ്യൻ്റ് അല്ല. സിലിക്കൻ്റെ കേസിലാണെങ്കിലോ 0.7 വരെ എത്തിയാലും ഇതിൻ്റെ ഉള്ളിലൂടെ കണ്ടക്ഷൻ നടന്ന് ഡിഫ്യൂഷൻ നടക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇനീഷ്യൽ സ്റ്റേജിൽ ഏകദേശം 0.3 വരെ കറണ്ട് ഉണ്ടാവില്ല. ഏത് ഇതിൽ? ജെർമേനിയം ക്രിസ്റ്റലിൽ. സിലിക്കൺ ക്രിസ്റ്റലാണെങ്കിലോ 0.7 വരെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 0.3 അല്ലെങ്കിൽ 0.7 വരെ വോൾട്ടേജ് കൂട്ടും തോറും കറണ്ട് ഇല്ലാത്ത സിറ്റുവേഷൻ വരും. 0.3 ആണ് ഞാൻ ജെർമേനിയത്തിൻ്റെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 0.3 കഴിഞ്ഞാൽ വോൾട്ടേജ് കൂട്ടും തോറും അത് ഫോർവേഡ് ബയാസായി കറണ്ട് ഇങ്ങനെ കൂടി വരും. തിയററ്റിക്കലി ഇതുപോലെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്താലും പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് ഗ്രാഫ് ചെറിയ കറൻറ്റൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ പിന്നെ പറഞ്ഞു ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഗ്രാഫ് വരിക. അപ്പോൾ നമ്മൾ ആദ്യം 0.3 വരെ വരുന്നത് നമ്മൾ ഇങ്ങനെയൊന്ന് മാറ്റി. എന്താ ഇതിൻ്റെ മീനിങ്? ഇനീഷ്യൽ സ്റ്റേജിൽ O തൊട്ട് A വരെ വളരെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കറൻറ്റ്, ബിക്കോസ് ഇറ്റ് ഈസ് ബിലോ ദ ഫോർവേഡ് പൊട്ടൻഷ്യൽ ബാരിയർ. 0.3 വോൾട്ടേജിനേക്കാളും കുറവ്. 0.3 എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ കൃത്യമായിട്ട് കണ്ടക്ഷൻ നടക്കും. കൃത്യമായിട്ട് കണ്ടക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓംസ് ലോ ഒബേ ചെയ്യുന്നു. വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറൻറ്റ് കൃത്യമായിട്ട് കൂടി വരികയാണ്. അങ്ങനെ കൃത്യമായിട്ട് കൂടി വരുന്ന കേസ് ഈ പാർട്ടാണ് നമുക്ക് അപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുന്നത്. 0.3ക്കാളും പൊട്ടൻഷ്യൽ ബാരിയറിനേക്കാളും കൂടുതൽ വോൾട്ടേജ് നമ്മൾ ഫോർവേഡ് ബയാസായിട്ട് കൊടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് പറയാം ഇത് ഫോർവേഡ് ബയാസാണ്, ഇത് കണ്ടക്ട് ചെയ്യുന്ന സിറ്റുവേഷനാണ്. അങ്ങനെ കണ്ടക്ട് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഈ ഡയോഡിൻ്റെ, സെമി കണ്ടക്ടർ ഡയോഡിൻ്റെ റെസിസ്റ്റൻസ് നോട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക.
ഏതെങ്കിലും പോയിന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിനെ ബേസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വോൾട്ടേജ് ബൈ കറൻറ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് നോട്ട് ചെയ്താൽ ആ സമയത്തുള്ള വോൾട്ടേജ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറൻറ്റ്, ഈ കറൻറ്റും തമ്മിലുള്ള റേഷ്യോ നോട്ട് ചെയ്താൽ ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസിന് നമ്മൾ സ്വല്പം കൂടി അഡ്ജക്റ്റീവ് ചേർത്ത് നമ്മൾ സ്വല്പം കൂടി ഭംഗിയായിട്ട് പറയും ഇറ്റ് ഈസ് ദ ഫോർവേഡ് റെസിസ്റ്റൻസ്. എന്തിൻ്റെ? സാധാരണ ഡയോഡിൻ്റെ ഫോർവേഡ് റെസിസ്റ്റൻസ്. അപ്പോൾ ആറിന് പകരം നമ്മൾ സഫിക്സ് ആയിട്ട് എഫ് എന്നും കൂടി ചേർക്കും. ആർ എഫ്, ക്യാപിറ്റൽ ആർ സ്മോൾ എഫ്. ഇറ്റ് ഈസ് ദ ഫോർവേഡ് റെസിസ്റ്റൻസ് ഓഫ് എ സെമി കണ്ടക്ടർ ഡയോഡ്. ഈ ഫോർവേഡ് റെസിസ്റ്റൻസ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും കറക്റ്റ് ഫിക്സഡ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്. വോൾട്ടേജ് ഒരു ഫിക്സഡ് വാല്യൂ, അത് വാരിയിങ് വാല്യൂ അല്ല, ഒരു പ്രത്യേക വാല്യൂവിനെ ബേസ് ചെയ്ത് നമ്മൾ നോട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഒന്നും കൂടി നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയും ഇറ്റ് ഈസ് ദ ഡി സി ഫോർവേഡ് റെസിസ്റ്റൻസ്. ഡി സി ഫോർവേഡ് റെസിസ്റ്റൻസ്. അപ്പോൾ ആർ എഫ് ഈസ് നത്തിങ് ബട്ട് ദ ഡി സി ഫോർവേഡ് റെസിസ്റ്റൻസ്. അത് ഓൾമോസ്റ്റ് ഈ റീജിയണിലുള്ള ഡിപ്ലീഷൻ ലെയറിന് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ബാരിയറിനെ ഓവർകം ചെയ്തതിന് ശേഷം എ തൊട്ട് ബി വരെയുള്ള ഈ പോർഷൻ, അത് കഴിയുമ്പോൾ കുറച്ച് കൂടി പോവും, സ്വല്പം ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഈ വർക്കിംഗ് റീജിയണിൽ അല്ലെങ്കിൽ ആക്റ്റീവ് റീജിയണിൽ നമ്മൾ കൺസിഡർ ചെയ്താൽ ആ സമയത്തുള്ള വോൾട്ടേജ് ഏത് മൊമെൻറ്റിലെടുത്താലും വോൾട്ടേജും കറൻറ്റും തമ്മിലുള്ള റേഷ്യോ നമ്മൾ നോട്ട് ചെയ്യുന്നു. ഇറ്റ് ഈസ് കോൾഡ് ഡി സി ഫോർവേഡ് റെസിസ്റ്റൻസ്. അതോടൊപ്പം തന്നെ ഒരു വാക്കും കൂടി നമുക്ക് കൂട്ടത്തിൽ ചേർക്കാവുന്ന കേസ് ഇത്രേ ഉള്ളൂ. ഈ ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന എല്ലായ്പ്പോഴും ഡി സി ആയിക്കോണമെന്നില്ല, എ സി കൊടുക്കാം. വോൾട്ടേജിനുള്ള വേരിയേഷൻസ് വരുന്ന കേസാവാം. അങ്ങനെ വേരിയേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ആ വേരിയേഷനെ ബേസ് ചെയ്ത് ഏതെങ്കിലും പോയിന്റ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്താൽ അവിടെയുള്ള വോൾട്ടേജിൽ വരുന്ന ചേഞ്ചും കറൻറ്റിൽ വരുന്ന ചേഞ്ച് തമ്മിലുള്ള റേഷ്യോ എടുക്കുക. വോൾട്ടേജിൽ വരുന്ന ചേഞ്ച് എന്താ? ഡെൽറ്റ വി എന്ന് പറഞ്ഞ് ഞാൻ അടുത്തടുത്ത രണ്ട് പോയിന്റ് നോട്ട് ചെയ്താൽ നമ്മൾ കാൽക്കുലേഷനിൽ പഠിച്ചിട്ടുണ്ടാവും. ചെറിയ വേരിയേഷൻ എന്ന നിലയിൽ ഡെൽറ്റ വി അല്ലെങ്കിൽ ഡി വി അല്ലെങ്കിൽ ഡി വൈ അല്ലെങ്കിൽ ഡി എക്സ് എന്നൊക്കെ പറഞ്ഞ് ഇതിന് കറസ്പോണ്ടിങ് ആയി ഈ വാല്യൂ നോട്ട് ചെയ്താൽ അത് വോൾട്ടേജിൽ വരുന്ന ചേഞ്ച്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കറൻറ്റിലുള്ള വരുന്ന ചേഞ്ച് നോട്ട് ചെയ്താലോ അതിന് നമുക്ക് ഡെൽറ്റ ഐ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. വാട്ട് ഈസ് ദിസ് റേഷ്യോ? നമുക്ക് എന്താ പറയാൻ പറ്റുക? ചേഞ്ച് ഇൻ വോൾട്ടേജ് ബൈ ചേഞ്ച് ഇൻ കറൻറ്റ്. ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ വോൾട്ടേജ് ബൈ ചേഞ്ച് ഇൻ കറൻറ്റ്. അപ്പോൾ നമുക്ക് അത് റെസിസ്റ്റൻസ് തന്നെയാണല്ലോ. വോൾട്ടേജ് ബൈ കറൻറ്റ് എന്ന് പറയുന്നതിന് പകരം ചേഞ്ച് ഇൻ വോൾട്ടേജ് ബൈ ചേഞ്ച് ഇൻ കറൻറ്റ് എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് എ സി റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാം. എ സി റെസിസ്റ്റൻസിന് നമ്മൾ നോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്ററിന് പകരം ക്യാപിറ്റൽ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്ററിന് പകരം സ്മോൾ ലെറ്റർ ഉപയോഗിക്കുന്നു. സഫിക്സ് എഫ് ചേർക്കുക. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇറ്റ് ഈസ് ദ ഫോർവേഡ് എ സി റെസിസ്റ്റൻസ്. ഓൾസോ വി കോൾ ഇറ്റ് ആസ് ഫോർവേഡ് ഡൈനാമിക് റെസിസ്റ്റൻസ്. എ സി റെസിസ്റ്റൻസ് ഓർ ഡൈനാമിക് റെസിസ്റ്റൻസ്. അപ്പോൾ ഒരു ഒരു ഡയോഡിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാവുന്നത് വോൾട്ടേജ് ബൈ കറൻറ്റ് എന്ന് പറയുന്നത് രണ്ട് വിധത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഒന്ന് ദ സ്റ്റാറ്റിക് വാല്യൂ അറ്റ് എ പർട്ടിക്കുലർ പോർഷൻ അല്ലെങ്കിൽ പർട്ടിക്കുലർ മൊമെൻറ്റ് വി ഫൈൻഡ് ഔട്ട് ദ വോൾട്ടേജ് ആൻഡ് കറസ്പോണ്ടിങ് കറൻറ്റ്. ദാറ്റ് റേഷ്യോ ഈസ് കോൾഡ് ഡി സി ഫോർവേഡ് റെസിസ്റ്റൻസ്. ഇൻ അഡീഷൻ ടു ദിസ് വി കൺസിഡർ ദ ചേഞ്ച് ഇൻ വോൾട്ടേജ് ആൻഡ് ദ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ കറൻറ്റ്. ഇറ്റ് ഈസ് കോൾഡ് ദ എ സി ഫോർവേഡ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇതാണ് ഒരു ഡയോഡിനെ സംബന്ധിച്ചിടത്തോളം ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. ഈ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സിന് ഒപ്പം തന്നെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും റിവേഴ്സ് ബയാസ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ്. എന്താ റിവേഴ്സ് ബയാസ്? ഈ ഡയോഡിലേക്ക് പോസിറ്റീവ് സൈഡിലേക്ക് നമ്മൾ നെഗറ്റീവ് സൈഡിലേക്ക് എൻ സൈഡിലേക്ക് പോസിറ്റീവും കൊടുക്കുന്നു. അങ്ങനെ നെഗറ്റീവ് പി സൈഡിലേക്കും എൻ സൈഡിലേക്ക് പോസിറ്റീവും കൊടുത്താൽ നമ്മൾ പഠിച്ചു റിവേഴ്സ് ബയാസാണ്. റിവേഴ്സ് ബയാസിൽ കണ്ടക്ഷൻ ഇല്ല എന്നങ്ങനെ തറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റുമോ? ഈ കൺസെപ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് എല്ലാം മജോറിറ്റി ചാർജ് കാരിയേഴ്സിനാണ്.
അപ്പോൾ ഇവിടുത്തെ മജോറിറ്റി ചാർജ് കാരിയേഴ്സായിട്ട് വരുന്ന ഹോൾസ്, ഇപ്പുറത്തുള്ള മജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആവുന്ന ഇലക്ട്രോൺസ്, അതിൻ്റെ ഫ്ലോയാണ് നമ്മൾ ഫോർവേഡ് ബയാസിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തത്. am I correct? ഈ റെപ്രസെൻറ്റേഷൻ നമ്മൾ എടുക്കുന്നത് പോസിറ്റീവ് ഈ സൈഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന മജോറിറ്റി ചാർജ് കാരിയേഴ്സിൻ്റെ ഡിസ്കഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ. ഇലക്ട്രോൺസ് ഇതിൻ്റെ ഉള്ളിലൂടെ മൂവ് ചെയ്യുന്നു. എവിടേക്ക്? പി സൈഡിലേക്ക് ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. അതിനനുസരിച്ച് ഹോൾസ് അങ്ങോട്ട് മൂവ് ചെയ്യാന്ന് പറയുന്നു. ഇതാണ് ഫോർവേഡ് ബയാസ്. തിങ്ക് അബൌട്ട് ദ റിവേഴ്സ് കേസ്. ഇവിടെ ഞാൻ ഈ വിധത്തിൽ കൊടുത്താൽ മജോറിറ്റി ചാർജ് കാരിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ വോൾട്ടേജ് ഇതിനെ എന്താ പറയുക, ഇതിൽ കടത്താൻ പറ്റാത്ത വിധത്തിലാണ്, ഡിപ്ലീഷൻ ലെയറിനെ ഓവർകം ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. ബട്ട് തിങ്ക് അബൌട്ട് ദ മൈനോറിറ്റി കാരിയേഴ്സ്. എൻ സൈഡിൽ ഇവിടെ വരുന്നത് മൈനോറിറ്റി കാരിയേഴ്സായിട്ട് വരുന്ന ഹോൾസ് ഇവിടെ ഉണ്ട്. ഇവിടെയാണെങ്കിലോ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് അങ്ങോട്ട് പാസ് ചെയ്ത് ഒരു ഡിഫ്യൂഷൻ നടന്നൂടെ? പി സൈഡിലെ മൈനോറിറ്റി കാരിയേഴ്സ് അങ്ങോട്ട് മൂവ് ചെയ്യാം. അങ്ങനെയുള്ള മൂവ്മെൻറ്റ് വളരെ കുറച്ച് മൈനോറിറ്റി കാരിയേഴ്സ് മാത്രമായതുകൊണ്ട് വളരെ ചെറിയ തോതിൽ മാത്രമേ മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. പ്രാക്ടിക്കലി നമ്മൾ പറയും അതിൽ കാര്യമായിട്ടില്ല, കണ്ടക്ഷൻ നടക്കുന്നില്ല. ബട്ട് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ദിസ് റിവേഴ്സ് ബയാസ് വിൽ ആക്ട് ആസ് എ ഫോർവേഡ് ബയാസ്. This reverse bias is acting as a forward bias for the minority carriers. Therefore, there is a chance for conduction. There is a chance for the flow of electrons through this. ആ ചാൻസ് വളരെ റെയറായിട്ട് വരുന്ന സിറ്റുവേഷനാണ്. അങ്ങനെയാണെങ്കിൽ ആ റിവേഴ്സ് ബയാസിൽ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഒന്ന് എഴുതാൻ പറ്റുകയാണെങ്കിൽ, വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? ഈ ഗ്രാഫിൻ്റെ ഇപ്പുറത്തെ സൈഡ് റിവേഴ്സ് ബയാസ് എന്ന് പറയുമ്പോൾ വോൾട്ടേജ്, നെഗറ്റീവ് വോൾട്ടേജ്, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഇവിടെ ഞാൻ കൊടുത്തത് പോസിറ്റീവ് വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് വാല്യൂ വരുന്ന കേസാണ് വോൾട്ടേജിൻ്റെ എക്സ് ആക്സിസിൻ്റെ മൈനസ് എക്സ് ആക്സിസ്. കറൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ റിവേഴ്സ് ബയാസിൽ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് ആക്സിസ്, ഓർ യു ക്യാൻ പ്ലോട്ട് ദ ഗ്രാഫ് ഇൻ ദ തേർഡ് ക്വാഡ്രൻറ്റ്. നെഗറ്റീവ് വോൾട്ടേജ് ആൻഡ് നെഗറ്റീവ് കറൻറ്റ് മൈനസ് വൈ ആക്സിസും മൈനസ് എക്സ് ആക്സിസിലും മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ വോൾട്ടേജ് ഇങ്ങനെ ചെറിയ തോതിൽ 0.3 0.4 ഒക്കെ ഇങ്ങനെ വന്ന് ചെറിയ വോൾട്ടേജ് വന്നപ്പോഴേക്കും കറണ്ട് കൂടി വന്നു, ഫോർവേഡ് ബയാസിൽ ഷൂട്ടപ്പ് ചെയ്തു. പക്ഷേ ഇവിടെയോ വോൾട്ടേജ് കൊടുത്താൽ ചെറിയ വോൾട്ടേജ് ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല, കറണ്ട് തന്നെ നിസ്സാരമേ ഉള്ളൂ. ആ കറണ്ട് തന്നെ ഫീൽ ചെയ്യുന്നത് നോർമൽ സിറ്റുവേഷനിൽ വളരെ ലാർജ് വോൾട്ടേജിലാണ്. 2, 4, 6 ഞാനിങ്ങനെ എഴുതി. ഇങ്ങനെ പോയാലും കറണ്ട് വളരെ വളരെ കുറവും. അങ്ങനെ ചെറിയ കറണ്ട് വന്ന് ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ കറണ്ട് ഷൂട്ടപ്പ് ചെയ്യാം. എങ്ങനെ ഷൂട്ടപ്പ് ചെയ്യുന്നു? ഇതിൻ്റെ ഉള്ളിൽ ആ സാധനങ്ങൾ, അതിൻ്റെ ഉള്ളിലുള്ള ഫാബ്രിക്കേഷൻ പാർട്ടുകൾക്കൊക്കെ തകരാറ് വന്ന ഹൈ കറണ്ട്, ഇൻ ഷോർട്ട് അതിനൊരു ഡാമേജ് വരുന്നു. ആ ഡാമേജ് വരുന്ന, അല്ലെങ്കിൽ ആ വാക്ക് നമ്മൾ വിളിക്കുന്നത് ബ്രേക്ക് ഡൗൺ എന്നാണ്. ബ്രേക്ക് ഡൗൺ. റിവേഴ്സ് ഡയറക്ഷനിൽ നമ്മളൊരു വോൾട്ടേജ് കൊടുത്ത് അറ്റ് എ സെർട്ടൻ സ്റ്റേജ്, അറ്റ് എ സെർട്ടൻ വാല്യൂ ഓഫ് ദി വോൾട്ടേജ്, സഡൻ ഫ്ലോ ഓഫ് കറണ്ട് വിൽ ബി ദർ. ആ സഡൻ ഫ്ലോ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം നശിച്ചു, കരിഞ്ഞു പോയി എന്നർത്ഥം. ബ്രേക്ക് ഡൗൺ സംഭവിച്ചു എന്ന് പറയും. അപ്പോൾ റിവേഴ്സ് ബയാസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ വോൾട്ടേജ് കൊടുക്കുമോ അതിന് താങ്ങാനാവുന്ന വോൾട്ടേജിലും കൂടുതൽ കൊടുത്താൽ ഒരു പുകയും മണക്കേ ഉണ്ടാവുള്ളൂ, അത് കരിഞ്ഞു പോവും. ഈ കരിഞ്ഞു പോകാമെന്ന് പറയുന്നതാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ. സാധാരണ കേസിൽ നമ്മൾ കാറൊക്കെ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ റിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഡയോഡിലോ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ റിപ്പയറിംഗ് ഇല്ല, ത്രോ ഇറ്റ് അവേ, കരിഞ്ഞു, അത് പോയി. അപ്പോൾ ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ റിവേഴ്സ് വോൾട്ടേജ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ദിസ് വൺ വിത്തൗട്ട് ഡാമേജ്. ജസ്റ്റ് അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു ഡയോഡ് ഫാബ്രിക്കേറ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മാക്സിമം വാല്യൂ നമ്മൾ നോട്ട് ചെയ്യും. ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചില്ലെങ്കിൽ അബദ്ധവശാൽ റിവേഴ്സ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ എങ്ങനെയെങ്കിലും റിവേഴ്സ് ആയി കഴിഞ്ഞാൽ ഈ വാല്യൂ എക്സീഡ് ചെയ്താൽ അത് കരിഞ്ഞു പോയി, അത് കേടുവന്നു പോയി. കണക്ഷനിൽ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നതാണ്. റിവേഴ്സ് ഡയറക്ഷനിൽ വോൾട്ടേജ് കൊടുത്തു, അത് കരിഞ്ഞു പോകുന്ന ഒരു പുകയും മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ഈ ഗ്രാഫ്, ഇത് തേർഡ് ക്വാഡ്രന്റിൽ ഈ വരയ്ക്കുന്ന ഗ്രാഫ്, ദിസ് ഈസ് ദ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്.
അപ്പോൾ ഒരു ഡയോഡിനെ സംബന്ധിച്ചിടത്തോളം മെയിനായിട്ട് നമ്മൾ പറയുന്ന പാർട്ട് ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക് ആണ്. വോൾട്ടേജ് കൂട്ടി കൊടുക്കുന്നു. എങ്ങനെ? ഫോർവേഡ് ബയാസിൽ വോൾട്ടേജ് കൂട്ടി കൊടുക്കുന്നു. കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറൻറ്റിൽ വരുന്ന ഇൻക്രീസ് നമ്മൾ നോട്ട് ചെയ്യുന്നു. എബവ് ദ വാല്യൂ ഓഫ് ദ പൊട്ടൻഷ്യൽ ബാരിയർ ഇറ്റ് വിൽ ആക്ട് ആസ് എ കണ്ടക്ടർ by obeying the Ohm's law. You can find out the value of the resistance. That resistance may be described in two ways. One is related to the static value or the DC value. The other one is related to the dynamic value or the change in voltage by change in current, the forward resistance of it. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ആ ഡയോഡിൻ്റെ പെക്യൂലിയാരിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കുക. എങ്ങനെയാണ് അതിൻ്റെ ഇത് വന്നിരിക്കുന്നത്, വോൾട്ടേജിൽ വരുന്ന ഇൻക്രീസ് എന്താണ്, വോൾട്ടേജിൽ വരുന്ന ഡിക്രീസ് എന്താണ്, റിവേഴ്സ് ഡയറക്ഷൻ കൊടുത്താലുണ്ടാകുന്ന അപകടം എന്താണ്, ബ്രേക്ക് ഡൗൺ എത്രയായിരിക്കും, ഈ കാര്യങ്ങൾ നമുക്ക് പഠിച്ചു വയ്ക്കാം. ഇതായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു വാക്കും കൂടി നമുക്ക് പറയാവുന്നതാണ്. ഈ ബ്രേക്ക് ഡൗണിനെ ബേസ് ചെയ്ത് എല്ലായ്പ്പോഴും അത് മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിക്കാർ പറയുന്നൊരു വേർഡാണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, ഇറ്റ് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ദ വോൾട്ടേജ്, റിവേഴ്സ് വോൾട്ടേജ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ദിസ് വൺ വിത്തൗട്ട് ഡാമേജ്. അപ്പോൾ ഞാൻ നേരത്തെ ബ്രേക്ക് ഡൗൺ പറഞ്ഞല്ലോ, കമ്പനിയിൽ അവർ പറയുന്ന ബ്രേക്ക് ഡൗൺ അല്ല, അതിനേക്കാളും ഇത്രയും കൂടി താഴ്ന്ന വാല്യൂ. ബ്രേക്ക് ഡൗൺ 10 ആണെങ്കിൽ അവർ പീക്ക് ഇൻവേഴ്സ് 9 എന്നേ പറയുള്ളൂ. കാരണം അത് വിട്ട് കൊടുത്താൽ ചിലപ്പോൾ അടിച്ചു പോകുന്നത്. അപ്പോൾ പീക്ക് ഇൻവേഴ്സ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് ഡയറക്ഷനിൽ കൊടുക്കാൻ നമുക്ക് അലൗഡായിട്ട് വരുന്ന മാക്സിമം വാല്യൂ. അത് വിട്ട് കൊടുത്താൽ സംഗതി പഴച്ചു, സാധനം കൈവിട്ടു പോയി, അടിച്ചു പോയി. ഓക്കെ, അപ്പോൾ ഈ വാക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരെണ്ണത്തിൽ വരുന്ന പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. വെനെവർ വി യൂസ് ദ ഡയോഡ് യു ഷുഡ് ബി കെയർഫുൾ അബൌട്ട് ദ വാല്യൂ ഓഫ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, അതർവൈസ് ഡാമേജ് വിൽ ഹാപ്പൺ. യെസ്, അഡീഷണലായിട്ട് ഒരു വാക്കും കൂടി പറയാറുള്ളതാണ്. ഒരു ഡയോഡ് നമ്മൾ എടുക്കുന്ന സമയത്താണ് മാക്സിമം പവർ റേറ്റിംഗ്. മാക്സിമം പവർ റേറ്റിംഗ്. ഒരു ഡയോഡിൻ്റെ പീക്ക് ഇൻവേഴ്സ് 10 വോൾട്ട് ആവാം, പക്ഷേ ലാർജ് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പവർ വളരെ കൂടുതലായിട്ട് വരും. കാരണം പവർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു കറണ്ടാണ്. ഈ കറണ്ട് ഇൻറ്റു വോൾട്ടേജ് എന്ന് പറയുന്ന ടേം ഇതിന് സഹിക്കാൻ പറ്റുന്നതിനേക്കാളും കൂടിപ്പോയാൽ അപ്പോഴും ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു ഡയോഡിന് സഹിക്കാവുന്ന, അഫോർഡ് ചെയ്യാവുന്ന മാക്സിമം വാല്യൂ ആണ് മാക്സിമം പവർ റേറ്റിംഗ്. അത് ചിലപ്പോൾ ഹാഫ് വാട്ട് ഓർ ക്വാർട്ടർ വാട്ട് ഓർ 1 വാട്ട് എന്നൊക്കെ പറഞ്ഞ് കാണും. 1 വാട്ടാണ് മാക്സിമം വോൾട്ടേജും കറൻറ്റും തമ്മിൽ വരുന്നതെങ്കിൽ നമ്മളതിൽ കൊടുക്കുന്ന സമയത്ത് സർക്യൂട്ടിൽ കൊടുക്കുമ്പോൾ വോൾട്ടേജിൻ്റെ കറൻറ്റ് 1 വാട്ടിലും കൂടുതൽ വരാൻ പാടില്ല. അത് വന്നു കഴിഞ്ഞാൽ ഈ സാധനം വീണ്ടും അടിച്ചു പോകും. ഈവൻ ദോ ദ വോൾട്ടേജ് മേ ബി ലെസ് ദാൻ ദ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, വെൻ വി അപ്ലൈ ദ particular current, the current into voltage may exceed 1 watt. അപ്പോൾ നമ്മുടെ ലൈനിൽ ഉപയോഗിക്കുന്ന ഡയോഡും സാധാരണ ചെറിയൊരു സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഡയോഡും വ്യത്യാസമുണ്ട്. ചെറിയ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഹാഫ് വാട്ട് ഡയോഡാണെങ്കിൽ ആ ഹാഫ് വാട്ട് ഡയോഡ് ഉപയോഗിച്ച് 230 വോൾട്ടിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. ഈവൻ ദോ ദ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് മേ ബി ഗ്രേറ്റർ ദാൻ 230, വി കനോട്ട് യൂസ് ഇറ്റ്. വൈ? അതിന് സഹിക്കാവുന്ന പവർ ഹാഫ് വാട്ടിൻ്റെ ആയിരിക്കാം, 0.5 വാട്ട് അതിന് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ കറണ്ടിൻ്റെ വോൾട്ടേജ് ഏതെങ്കിലും മൊമെൻറ്റിൽ 0.5 വാട്ടിനേക്കാളും കൂടിയാൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ യു ഷുഡ് ബി കെയർഫുൾ അബൌട്ട്, ഇൻ അഡീഷൻ ടു പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, വി ഷുഡ് ബി കെയർഫുൾ അബൌട്ട് ദ നോട്ടഡ് മാക്സിമം പവർ റേറ്റിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏത് സ്ഥലത്ത് ഉപയോഗിക്കുന്നു, എവിടേക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, അതിന് ബേസ് ചെയ്ത് ഈ വാക്കുകൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആൻഡ് മാക്സിമം പവർ റേറ്റിംഗ്. ഇത്രയാണ് നമുക്ക് ഒരു ഡയോഡിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാവുന്ന പാർട്ടുകളുള്ളത്. ആ ഡയോഡിനെ നമ്മൾ യൂസ് ചെയ്യാവുന്ന വിധത്തിൽ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഈ ഡയോഡ് എന്ന് പറയുന്ന ഫസ്റ്റ് ഡിവൈസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അപ്ലിക്കേഷൻ ലെവലിലേക്ക് കിടക്കാം. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ അപ്ലിക്കേഷൻ പാർട്ടിലേക്ക് ഒന്ന് കിടക്കാം.
ഓക്കെ, ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ ഞാൻ പറഞ്ഞിരുന്നു ഇലക്ട്രോണിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്താണെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും ഫസ്റ്റ് പറഞ്ഞൊരു കേസാണ് റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. എന്താണ് റെക്ടിഫിക്കേഷൻ എന്ന് നമ്മളന്ന് മനസ്സിലാക്കി. ഏതെങ്കിലും ഒരു വോൾട്ടേജിനായി എ സിയെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ട് വരുന്ന വാല്യൂവിനെ കറൻറ്റിനെ ഡയറക്റ്റ് കറൻറ്റാക്കി മാറ്റുക. നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ എ സിയെ ഡി സി ആക്കി മാറ്റുന്നു. എ സിയെ ഡി സി ആക്കി മാറ്റുന്നതിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചും അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഓരോ കേസിലും വരുന്ന അപ്ലിക്കേഷൻസ് ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് നമുക്ക് റെക്ടിഫിക്കേഷൻ നടത്താൻ സാധിക്കുക എന്നുള്ളതാണ്. ഈ റെക്ടിഫിക്കേഷൻ ആവശ്യം വരുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഡിവൈസാണ് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ച ഡയോഡ്, സെമി കണ്ടക്ടർ ഡയോഡ്, പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഈ ഒരു ഡയോഡ് ഉപയോഗിച്ച് നമുക്ക് എ സിയെ എങ്ങനെ ഡി സി ആക്കി മാറ്റാൻ സാധിക്കും. തിങ്ക്. ഞാനൊരു സിമ്പിൾ സർക്യൂട്ട് വരയ്ക്കുകയാണ്. ഈ ചിത്രം കണ്ടിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഇതെന്താണ്. ഇങ്ങനെ രണ്ടുപേരെയും പുറത്തൊരു ഇതും വന്നു കഴിഞ്ഞാൽ നമ്മളത് ട്രാൻസ്ഫോർമർ, ഒരു ട്രാൻസ്ഫോർമറിൻ്റെ സിമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അടുത്ത് രണ്ട് വര വരയ്ക്കുന്നു, പിന്നെ ഇങ്ങനെ വരയ്ക്കുന്നു. ഇത് ഇൻപുട്ട് പാർട്ട്, ഇത് ഔട്ട്പുട്ട് പാർട്ട്. ഈ ചിത്രം നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറാണോ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറാണോ എന്ന്. ഇവിടെയുള്ള ടേൺസിൻ്റെ എണ്ണം ഞാൻ പർപ്പസ്ഫുള്ളി കൂട്ടി വരച്ചു. അതർവൈസ് ഇപ്പുറത്ത് വരുന്ന സെക്കൻഡറിയിൽ വരുന്ന ടേൺസിൻ്റെ എണ്ണം കുറച്ചു. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. ഇവിടെ ഞാൻ ഒരു ഇൻപുട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഈ ഇൻപുട്ടിൻ്റെ സിമ്പിൾ ഇതാണ്. സിമ്പിളിൻ്റെ മീനിങ് എന്താ? ഇത് എ സി ആണ്. സാധാരണ ഒരു എ സി നമ്മൾ കൊടുക്കുന്നു. നമ്മുടെ ലൈൻ വോൾട്ടേജോ അല്ലെങ്കിൽ ഏതെങ്കിലും വരുന്ന ഒരു എ സി നമ്മൾ കൊടുക്കുന്നു. ആ എ സിയെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനുള്ളൊരു സൂത്രപ്പണിയാണ്, വോൾട്ടേജ് കുറയ്ക്കാനുള്ള സൂത്രപ്പണിയാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ യൂസ് ചെയ്യുക. ഈ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിലേക്ക് ഞാൻ ഇങ്ങനെ ഒരു ഡയോഡ് കൊടുക്കുകയാണ്. ആ ഡയോഡ് കൊടുത്ത് ഇവിടെ എനിക്ക് ഇപ്പുറത്ത് എവിടെന്നെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു ഔട്ട്പുട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഔട്ട്പുട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് ആ റെസിസ്റ്റൻസിന് അക്രോസ് വരുന്ന വാല്യൂ, ആ വാല്യൂ ആണ് ഇതിൻ്റെ വോൾട്ടേജ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറൻറ്റ് വന്നിരിക്കുന്നു. ആർ എൽ എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യണം. എൽ സ്റ്റാൻഡ്സ് ഫോർ ലോഡ്. അപ്പോൾ ആർ എൽ മീൻസ് ദ ലോഡ് ഓർ ദ ലോഡ് റെസിസ്റ്റൻസ്. ഇങ്ങനെ ഒരു കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഉള്ളിൽ സംഭവിക്കുക നോക്കാം. ഒരു എ സിയെ കൊടുക്കുന്നു. ആ എ സി ട്രാൻസ്ഫോർമർ മുഖേന വോൾട്ടേജ് കുറയ്ക്കുന്നു. എന്ത് ട്രാൻസ്ഫോർമർ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. ആ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ഉപയോഗിച്ച് വോൾട്ടേജിൻ്റെ വാല്യൂ റെഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് അറിയാം ഇതൊരു സൈൻ വേവ് ആണ്. സൈൻ വേവിൻ്റെ പ്രത്യേകത വോൾട്ടേജിൻ്റെ വാല്യൂ അല്ലെങ്കിൽ കറൻറ്റിൻ്റെ വാല്യൂ കൂടി വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഇതെത്തിക്കഴിയുമ്പോൾ കുറഞ്ഞു, ഇതായിട്ട് വരുന്നു. ഈ പോർഷന് നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്നും ഇതിനെ നമുക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയാം. അപ്പോൾ ഈ പോസിറ്റീവും നെഗറ്റീവും കൂടി ചേർന്നതാണ് ഒരു സൈക്കിളിൽ വരുന്ന അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വേവ് അല്ലെങ്കിൽ എ സി. ഈ എ സിയുടെ ആദ്യ പാർട്ടിൽ നമുക്ക് നോക്കാം. ഓ തൊട്ട് എ വരെയുള്ള പാർട്ട്. സപ്പോസ് അറ്റ് ദിസ് കേസ് ദിസ് എൻഡ് ബിക്കംസ് പോസിറ്റീവ്. എ സി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതെങ്കിലും സമയത്ത് ഇവിടെ പോസിറ്റീവ് വരിക എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൂടി ഇവിടേക്ക് എത്തുന്നു. ആ സമയത്ത് ഇവിടെ നെഗറ്റീവ് ആയിരിക്കും റിവേഴ്സൽ വന്നിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഡയോഡ് ഇപ്പുറത്ത് പോസിറ്റീവും റൈറ്റ് സൈഡിൽ നെഗറ്റീവും വരുന്ന സിറ്റുവേഷൻ, ലെഫ്റ്റ് സൈഡിൽ പോസിറ്റീവും റൈറ്റ് സൈഡിൽ നെഗറ്റീവും വന്നാൽ ഇത് നമ്മൾ നേരത്തെ പഠിച്ചു ഫോർവേഡ് ബയാസ് ആണ്. ഫോർവേഡ് ബയാസ് ആണെങ്കിൽ ഇത് കണ്ടക്ട് ചെയ്യും അല്ലേ? കണ്ടക്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലൂടെ കറൻറ്റ് പാസ് ചെയ്യും. ഞാൻ ഈ ലോഡിന് എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഒന്ന് ഗ്രാഫ് വരച്ചാൽ എന്ത് കിട്ടും? വോൾട്ടേജ് കൂടി വന്ന് പോസിറ്റീവിലേക്ക് എത്തി, കുറഞ്ഞ് സീറോയിലേക്ക് എത്തി. ദ ഫസ്റ്റ് പാർട്ട് ഓർ ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഈസ് പാസിങ് ത്രൂ ദാറ്റ് മച്ച് കറൻറ്റ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് ഇതുപോലെ വന്നു. ഓഫ് കോഴ്സ് പൊട്ടൻഷ്യൽ ബാരിയറിനേക്കാളും കൂടുതലുള്ള സിറ്റുവേഷനേ ഉള്ളൂ കേട്ടോ. പൊട്ടൻഷ്യൽ ബാരിയർ 0.3 ആണെങ്കിൽ 0.3ക്ക് ശേഷം ഇത് ഫോർവേഡ് ബയാസ് ആവുള്ളൂ. അതിനുശേഷം മാത്രമേ ഇങ്ങനെ കൂടി വരുന്നുള്ളൂ. അപ്പോൾ കൺവീനിയൻസിന് ഞാൻ ഈ ഹാഫ് സൈക്കിൾ അതുപോലെ തന്നെ കണ്ടക്ട് ചെയ്തു, ഇതിലെ പാസ് ചെയ്തു, എനിക്ക് കിട്ടിയെന്ന് പറയാം.
തിങ്ക് അബൌട്ട് ദ റിവേഴ്സ് സിറ്റുവേഷൻ. അടുത്ത ഹാഫ് സൈക്കിളിൽ എ സിയുടെ ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും. എവിടെ നെഗറ്റീവ്? പി സൈഡിൽ നെഗറ്റീവായി, എൻ സൈഡിലോ ഇവിടെ പോസിറ്റീവായാലും ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പുറത്ത് പോസിറ്റീവായി. ഇങ്ങനെ നെഗറ്റീവും പോസിറ്റീവും വന്നാൽ ഈ ഡയോഡ് വി ക്യാൻ സേ ഇറ്റ് ഈസ് ഇൻ ദ റിവേഴ്സ് ബയാസ് സിറ്റുവേഷൻ. റിവേഴ്സ് ബയാസ് സിറ്റുവേഷൻ ആണെങ്കിൽ പ്രാക്ടിക്കലി കണ്ടക്ട് ചെയ്യില്ല. റിവേഴ്സ് ബയാസിലാൻ വരുന്ന വാല്യൂ വളരെ ലാർജ് കേസിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, ബ്രേക്ക് ഡൗൺ കേസ്. അതർവൈസ് ഇറ്റ് വിൽ നോട്ട് കണ്ടക്ട്. ഇത് കണ്ടക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഈ പാർട്ടുണ്ടാവൂ. ഈ പാർട്ട് നമുക്ക് മാറ്റി കളയാം. ഫോർ ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ദിസ് ഡയോഡ് ഈസ് ആക്ടിങ് ആസ് എ insulator or it does not conduct, therefore no current will be there. സൈക്കിൾ ചേഞ്ച് ചെയ്തു, വീണ്ടും ഇവിടെ പോസിറ്റീവായി, അപ്പോൾ വീണ്ടും കണ്ടക്ട് ചെയ്ത് അത് വന്നതായി. അടുത്ത നെഗറ്റീവ് സൈക്കിൾ വരുമ്പോഴോ അത് കണ്ടക്ട് ചെയ്യില്ല, പോസിറ്റീവ് വരുമ്പോഴോ കണ്ടക്ട് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഈ സൈക്കിൾ ഇങ്ങനെ വരുമ്പോൾ എ സി കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന സമയത്ത് ഞാൻ കൊടുത്ത സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ടിൽ എനിക്ക് ഫുൾ എ സി കിട്ടില്ല. നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് വിൽ ബി കട്ട് ഓഫ്. ഓൺലി ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ്. ആദ്യത്തെ പാട്ട് റാ 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 അങ്ങനെ കിട്ടും. ഗ്യാപ്പുകളൊക്കെ ഇല്ലാതെ ആ കുറച്ച് സെക്കൻഡ് നേരത്തേക്ക് അല്ലെങ്കിൽ വളരെ കുറച്ച് ഫ്രാക്ഷൻ ഓഫ് ടൈം നോ കറൻറ്റ് വിൽ ബി ദർ, ഇറ്റ് ഈസ് ഇൻ ദ കട്ട് ഓഫ്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ കട്ട് ഓഫ് നടത്തി ഇങ്ങോട്ട് കടത്തിവിടാൻ സാധിക്കും. നമുക്കതിന് ഡി സി എന്ന് പറയാൻ പറ്റുമോ? ഡി സി ആണെങ്കിൽ എന്ത് വേണം? വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ ടൈമിനനുസരിച്ച് ആ വോൾട്ടേജ് ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണ്ടേ, കോൺസ്റ്റൻറ്റ് വാല്യൂ വരണം. പക്ഷേ ഇവിടെയോ മാക്സിമത്തിലേക്ക് എത്തിയതിന് ശേഷം സീറോയിലേക്ക് വരുന്നു. സീറോയിൽ നിന്ന് റിവേഴ്സ് ചെയ്യുന്നില്ല. ഭാഗ്യം, റിവേഴ്സൽ ഈസ് ബ്ലോക്കഡ്. പക്ഷേ കുറച്ച് സെക്കൻഡ് കഴിയുമ്പോഴേക്കും, കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും കൂടി. അപ്പോൾ ദ വോൾട്ടേജ് ഈസ് ഇൻക്രീസിങ് ഫ്രം 0 to maximum, then maximum to 0, not coming to the negative side. Yes, the reverse part is cut off or the negative half cycles are cut off. You can or you cannot call it as a DC, but you can call it as pulsating DC. Pulsating DC. എ സി അല്ല, ഡി സിയും അല്ല. ഡി സി ആക്കണം എന്നൊക്കെ ഒരു മോഹമുണ്ട്, പക്ഷേ ഡി സി ആയിട്ടില്ല. ഡി സിനെ നമുക്ക് പിന്നീട് ഡി സി ആക്കാം. പകുതി നമുക്ക് കടത്തി വിട്ട് നമുക്ക് പൾസേറ്റിംഗ് ഡി സി എന്ന് തൽക്കാലം പേരിട്ട് വിളിക്കാം. അപ്പോൾ ഫോർ ദ റെക്ടിഫയർ സർക്യൂട്ട്, ഈ സിമ്പിൾ സർക്യൂട്ട് എന്താ വെച്ചിരിക്കുന്നത്? ഒരു ഡയോഡും ആ ഡയോഡ് ഉപയോഗിച്ച് ഇതിലെ പാസ് ചെയ്യിച്ചു. നമുക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ട്, ഇത് ലോഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ലോഡ് എന്തും ആവാം കേട്ടോ. ഞാനൊരു റെസിസ്റ്റൻസ് കാണിച്ചതിന് കൂടെ അതിന് പകരം നമുക്ക് ഏതെങ്കിലും ബൾബോ അല്ലെങ്കിൽ ഏതെങ്കിലും അപ്ലിക്കേഷൻ ഇൻസ്ട്രുമെൻറ്റുകളോ കണക്ട് ചെയ്യണം. വി കോൾ ഇറ്റ് ആസ് ദ ലോഡ്. ഇങ്ങനെ കണക്ട് ചെയ്താൽ യു ക്യാൻ കട്ട് ഓഫ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് ഓർ വി വിൽ ഗെറ്റ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് ഓൺലി ഓർ വി വിൽ ഗെറ്റ് പൾസേറ്റിംഗ് ഡി സി. അപ്പോൾ എ സിയെ ഡി സി ആക്കുക എന്ന് പറയുന്നതിൻ്റെ പ്രാഥമികമായിട്ടുള്ള സ്റ്റെപ്പ് കഴിഞ്ഞു. എ സിയെ നമ്മൾ പൾസേറ്റിംഗ് ഡി സി ആക്കി മാറ്റി. ആ പൾസേറ്റിംഗ് ഡി സി ആക്കി മാറ്റുന്ന ഈ സിമ്പിൾ സർക്യൂട്ടിനെയാണ് നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. എന്ത് റെക്ടിഫയർ? ഹാഫ് വേവ് റെക്ടിഫയർ. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയറിൽ നമുക്ക് കിട്ടുന്നത് ഓൺലി ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ്. ഇതിൻ്റെ ഫ്രീക്വൻസി നോക്കിയാലോ, 50 ഹെർട്സ് ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ 50 ഹെർട്സിൻ്റെ ഇതിൽ വരുന്ന ഇതിൻ്റെ ഇടയിൽ ഇത്രയും പോർഷനിലില്ല, ഇവിടെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഫോർ ദ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ വി വിൽ ഗെറ്റ് ഓൺലി ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പോൾ ഇൻപുട്ടിൻ്റെ ഫ്രീക്വൻസി എത്രയാണോ 50 ഹെർട്സ് ആണെങ്കിൽ ആ 50 ഹെർട്സ് തന്നെ ഔട്ട്പുട്ടിലും വരും. കാരണം ആ സമയം കൊണ്ട് ഈ പാർട്ട് കട്ട് ഓഫ് മാത്രമേ ഉള്ളൂ. വി വിൽ ഗെറ്റ് ഓൺലി ദ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ, ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓർ ദ ഫ്രീക്വൻസി ഈസ് സെയിം. എഫ് ഇൻ ഈസ് ഈക്വൽ ടു എഫ് ഒ. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു റെക്ടിഫയർ
പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് പകുതി പോയ നിലയ്ക്ക് നമുക്ക് വലിയ സന്തോഷമൊന്നുമില്ല. എങ്കിലും ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എഫിഷ്യൻസിയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ വരുന്ന എ സിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ഡെറിവേഷൻ വളരെ സിമ്പിളായിട്ടൊന്ന് മാർക്ക് ചെയ്യുകയാണ്. ഇതിൽ വരുന്ന എഫിഷ്യൻസി, എന്തിൻ്റെ എഫിഷ്യൻസി? ഈ സർക്യൂട്ടിൻ്റെ എഫിഷ്യൻസി, ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാം. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ സാധാരണ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈറ്റ എന്ന് പറഞ്ഞൊരു ടേമാണ്, ഗ്രീക്ക് ലെറ്റർ ഈറ്റ. അതിൻ്റെ മീനിങ് എത്രയേ ഉള്ളൂ? എന്തുമാത്രം ഔട്ട്പുട്ടിൽ ഡി സി കിട്ടുന്നു, ആ ഡി സി ഔട്ട്പുട്ട് പവർ ബൈ എ സി ഇൻപുട്ട് പവർ. എ സിയിൽ നമ്മൾ കൊടുക്കുന്ന, ഇതിലേക്ക് കൊടുക്കുന്ന എ സി, ഇവിടെ കൊടുക്കുന്ന എ സിയിൽ എത്ര പോർഷൻ നമുക്ക് ഡി സി ആയിട്ട് കിട്ടുന്നു? ഓർ യു ക്യാൻ ഡിഫൈൻ ദ എഫിഷ്യൻസി ഇൻ ജനറൽ ആസ് ദ ഡി സി ഔട്ട്പുട്ട് പവർ ബൈ എ സി ഇൻപുട്ട് പവർ. ഔട്ട്പുട്ടിൽ എത്ര വരുന്നു, ഇൻപുട്ടിൽ എത്ര കൊടുക്കുന്നു, കൊടുക്കുന്നത് മുഴുവൻ അവിടെ വന്നാലോ സന്തോഷമായി, ഫുള്ള് 100% എഫിഷ്യൻസി വരും. നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റും കൊടുക്കുന്നതിൻ്റെ പകുതിയേ വരുന്നുള്ളൂ. അപ്പോൾ പകുതിയിലും താഴെ എഫിഷ്യൻസി ഉണ്ടാവുള്ളൂ അല്ലേ? നമുക്കിതിൻ്റെ ഒന്ന് എക്സ്പ്രഷൻസ് ഒന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. പി ഡി സി എന്ന് പറഞ്ഞ് നമ്മൾ നോട്ട് ചെയ്യാൻ, ഔട്ട്പുട്ടിലെ പവർ നോട്ട് ചെയ്യാൻ, ഔട്ട്പുട്ടിലെ കറൻറ്റിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ I² × R ഉപയോഗിച്ചാൽ പോരെ? I² × R. I എന്ന് പറയുന്നത് ഡി സി ആയതുകൊണ്ട് IDC² × RL. ഇതിനെ ക്രോസ് വരുന്ന ഔട്ട്പുട്ട് പവറാണ്. ഈ IDC നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എ സിയുടെ വാല്യൂ ആണെങ്കിലോ ഇൻപുട്ടിൽ കൊടുക്കുന്ന എ സി ആണ്. ഇൻപുട്ടിൽ കൊടുക്കുന്ന എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഫുൾ സിഗ്നലിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നതാണ്, ഇവിടെ വരുന്നതാണ്. ഇതിന് എക്രോസ് വരുന്ന ഈ രണ്ട് എൻഡുകൾക്ക് എക്രോസ് വരുന്നതാണ്. ഞാൻ അതിൻ്റെ വാല്യൂവിനെ എ സി റെപ്രസെൻ്റ് ചെയ്യുന്നത് നമുക്കറിയാം IRMS എന്നുള്ള പറഞ്ഞ വാല്യൂ ആണ്. IRMS എന്താ RMSൻ്റെ മീനിങ്? റൂട്ട് മീൻ സ്ക്വയർ. റൂട്ട് മീൻ സ്ക്വയർ. നമ്മൾ ലൈനിൽ 230 വോൾട്ട് എന്ന് പറയുന്നു. ഈ ലൈനിൽ വരുന്ന നമ്മുടെ വീട്ടിലുള്ള 230 വോൾട്ട് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ RMS വാല്യൂ ആണ്. മാക്സിമം വരുന്ന 230 അല്ല. ആ 230ന് √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന വാല്യൂ ആണ് അതിൻ്റെ ഉള്ളിൽ ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യം എന്ന നിലയിൽ കൂടി വരുന്നത്. ഇത് എത്രയായിരിക്കും എന്നറിയോ? 230 × 230 × 1.414 300ൻ്റെ മുകളിലെത്തി. അപ്പോൾ ഒരു എ സി എന്ന് പറഞ്ഞ് 230 എ സി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സെക്കൻഡിൽ 300 വോൾട്ടിലും കൂടുതൽ വരുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ വോൾട്ടേജ് 230 എ സിയും 230 ഡി സിയും നമ്മൾ കമ്പയർ ചെയ്താൽ ഷോക്ക് ഇഫക്റ്റിൻ്റെ അതിൻ്റെ ഷോക്ക് വരുന്നതിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന അപകടം എ സിയിലായിരിക്കും കൂടുതൽ. ബിക്കോസ് ഈ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ഇതിൻ്റെ വാല്യൂ കൂടി വരുന്നു, മാക്സിമത്തിലേക്ക്, റിവേഴ്സ് ഡയറക്ഷനിലെ മാക്സിമത്തിലേക്ക് എത്തും. എനിവേ അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ IRMS² × ദ റെസിസ്റ്റൻസ്, ഇൻപുട്ടിലുള്ള റെസിസ്റ്റൻസ്, ഈ സർക്യൂട്ടിൽ വരുന്ന റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ RL മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിൽ വരുന്ന റെസിസ്റ്റൻസ് ഞാൻ ക്യാരക്ടറിസ്റ്റിക്സിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. AC ഫോർവേഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ RF, ഓർ ഈ RFഉം ഈ RLഉം കൂടി സീരീസ് കോമ്പിനേഷൻ ആയിരിക്കും. അങ്ങനെ രണ്ട് റെസിസ്റ്റൻസിൻ്റെ സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ നെറ്റ് ഇഫക്റ്റ് RF + RL എന്നാണ്. ക്ലിയർ ദിസ്? എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള രണ്ട് ടേംസ്, ഇറ്റ് ഈസ് ദ DC ഔട്ട്പുട്ട് പവർ ആൻഡ് AC ഇൻപുട്ട് പവർ. ഈ രണ്ട് പവറുകളെയും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇത് രണ്ട് തമ്മിലുള്ള റേഷ്യോ നോട്ട് ചെയ്താൽ ഇറ്റ് ഈസ് ദ ഓർ ഇറ്റ് വിൽ ബി ദ വാല്യൂ ഓഫ് ദ എഫിഷ്യൻസി ഓഫ് ദിസ് സർക്യൂട്ട്. ഓക്കെ, നമുക്കിത് എങ്ങനെയാണ് IDC ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. IDC എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടെ DC അല്ലല്ലോ, ഇതിൽ കിട്ടിയിരിക്കുന്നത് പൾസേറ്റിംഗ് DC ആണ്. പോസിറ്റീവ് ഹാഫ് സൈക്കിളുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ DC ആണെങ്കിൽ നമുക്കിതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ആവറേജ് വാല്യൂ നോട്ട് ചെയ്യാണ്. നമുക്ക് ആവറേജ് വാല്യൂ നോട്ട് ചെയ്യാനുള്ള പല മെത്തേഡുകൾ ഇവിടെ ഉണ്ട്. നമ്മൾ മാത്തമാറ്റിക്സ് പ്രകാരം ആവറേജ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഫുൾ സൈക്കിൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫുൾ സൈക്കിളിൻ്റെ ആവറേജ് കാണാൻ പല മെത്തേഡുകൾ മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ ആവറേജ് എന്ന് പറയുന്നത് സാധാരണ മാത്തമാറ്റിക്സിൻ്റെ പ്രകാരം ഒരു 10 സംഖ്യകളുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക?
10 സംഖ്യയും കൂടി കൂട്ടി 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 4 സംഖ്യയാണെങ്കിൽ 4 സംഖ്യയും കൂടി കൂട്ടി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ നമുക്ക് ഈ AC എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരു ഇതിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിൻ്റെ മൊത്തം ആവറേജ് എടുക്കണം. ഓരോ സെക്കൻഡിലും അതിൻ്റെ വാല്യൂ എത്രയാണ്, ആ വാല്യൂകൾ തമ്മിൽ കൂട്ടിയിട്ട് അതിന് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 0 തൊട്ട് 10 വരെ എത്ര സംഖ്യ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ ഒറ്റ ഇതിൽ പറയും 10 സംഖ്യകളാണ്, 1 2 3 4 ഇങ്ങനെ പറയാം. പക്ഷെ ഞാൻ ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാലോ 10 സംഖ്യകളാണോ? അല്ല. 0 തൊട്ട് 1 വരെ നമ്മൾ നോക്കിയാൽ 0.1 ഉണ്ട്, 0.2 ഉണ്ട്, 0.3 ഉണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ഓരോ സംഖ്യകളും. അപ്പോൾ 0 തൊട്ട് 1 വരെ എത്രയാണെന്ന് ചോദിച്ചാൽ കുറേ സംഖ്യകൾ പറയാം. ഇനി 0 തൊട്ട് 0.1 വരെ എത്ര സംഖ്യ ഉണ്ടെന്ന് ചോദിച്ചാലോ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഡെസിമൽ, അതിൻ്റെ മൈന്യൂട്ട് ഡെസിമൽ വാല്യൂസ് ആയിട്ട് പറയാം. അങ്ങനെ നോക്കിയാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഡിജിറ്റ് തൊട്ട് മറ്റൊരു ഡിജിറ്റ് വരെയുള്ള സംഖ്യകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ചോദ്യത്തിനനുസരിച്ച് മാറി വരും. ഡിജിറ്റൽ ഇൻറ്റീജേഴ്സ് മാത്രമാണെങ്കിൽ കൃത്യമായിട്ട് പറയാം. അല്ല ഡെസിമൽ വാല്യൂസ് ആണെങ്കിലോ അനവധി ന്യൂമറസ് വാല്യൂസ്. ഇതേ സിറ്റുവേഷൻ തന്നെയാണ് ഈ കണ്ടിന്യൂസ്ലി വാരിയിങ് ആയിട്ട് വരുന്ന ഏത് സ്റ്റേജിലും വരുന്ന ഡിസ്ക്രീറ്റ് വാല്യൂസിന് പകരം കണ്ടിന്യൂസ് ആയിട്ട് വാരി ചെയ്യുന്ന സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ ആവറേജ് കാണുക? എത്ര എണ്ണം എന്ന് പറഞ്ഞ് ഡിസ്ക്രീറ്റ് വാല്യൂസ് എടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ കണ്ടിന്യൂസ് സമ്മേഷൻ്റെ മെത്തേഡ്. ഏതെങ്കിലും ഒരു വാല്യൂ തൊട്ട് ആ സൈക്കിളിൽ ഇപ്പോൾ 0 തൊട്ട് 2π വരെയുള്ള എല്ലാ വാല്യൂസിൻ്റെ സം എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് ഓരോന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ 0 തൊട്ട് 2π വരെയുള്ള വാല്യൂസിൻ്റെ എല്ലാ വാല്യൂം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഇൻ്റഗ്രേഷൻ ഈസ് ഇറ്റ് ഈസ് ദ കണ്ടിന്യൂസ് സമ്മേഷൻ. സം ചെയ്യുക. എങ്ങനെ സം ചെയ്യുന്നു? ആ ഡിസ്ക്രീറ്റ് വാല്യൂസിൻ്റെ അല്ല, പകരം സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് ലോവർ വാല്യൂ തൊട്ട് അപ്പർ വാല്യൂ വരെയുള്ള ഇതിന് പോസിബിൾ ആയിട്ടുള്ള എല്ലാ വാല്യൂസും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സം ചെയ്യുന്നു. ആ കണ്ടിന്യൂസ് സമ്മേഷനാണ് സമ്മിൻ്റെ രണ്ടറ്റത്തും പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നീളം വെച്ചു. എന്താണ് ഈ സിമ്പിൾ? ഇൻ്റഗ്രേഷൻ്റെ സിമ്പിൾ. ഈ ഇൻ്റഗ്രേഷനിൽ സ്റ്റാർട്ടിംഗ് വാല്യൂ കൊടുത്ത് അപ്പർ വാല്യൂ വരെ കൊടുത്താൽ ഇതിനിടയ്ക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ വാല്യൂസിൻ്റെ സമ്മായി. ആ സമ്മെടുത്ത് അതിനെടുക്കുന്ന ഏത് ടേമിനെ ബേസ് ചെയ്താണോ സം എടുക്കുന്നത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇറ്റ് ഈസ് ഇക്വലൻറ്റ് ടു ദി ആവറേജ്. അപ്പോൾ ഞാൻ 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π ഓഫ് ദിസ് എന്തു ആയിക്കോട്ടെ, ഈ വാല്യൂ ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദി ആവറേജ് 1. കറൻ്റ് ആണെങ്കിൽ കറൻറ്റിൻ്റെ ആവറേജ്, വോൾട്ടേജ് ആണെങ്കിൽ വോൾട്ടേജിൻ്റെ ആവറേജ്. ചില കേസിൽ നിങ്ങൾ പഠിച്ച് കാണും വേവ് ലെങ്ത്തിന് ബേസ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഒരു ഫംഗ്ഷന് അതിന് വരാൻ സാധ്യതയുള്ള വേവ് ലെങ്ത്തിനെ ബേസ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം ലാംഡ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഓർ 1/λ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to λ ആവറേജ് തന്നെയല്ലേ? ഇതും ആവറേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. 1/t ഇൻറ്റു ഇൻ്റഗ്രൽ 0 to t. ടി എന്ന് പറഞ്ഞാൽ എന്താ? പീരീഡ്. ഒരു ഫുൾ സൈക്കിളിന് അതിനെടുത്ത സമയത്തിന് ബേസ് ചെയ്ത് വാല്യൂസിൻ്റെ ടോട്ടൽ കാണുന്നു. ദ കണ്ടിന്യൂസ് സമ്മേഷൻ ഇൻ്റഗ്രൽ 0 to t. അതിനെ ടി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആവറേജായി. അപ്പോൾ നമുക്ക് ഈ മെത്തേഡ് ഇതിൽ ഏത് മെത്തേഡ് വെച്ച് വേണമെങ്കിലും നമുക്ക് ആവറേജ് കാണാം. അപ്പോൾ ഇവിടെ ആവറേജ് എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഇക്വേഷനിൽ IDC² ഇൻറ്റു RL. IDC എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിൽ വരുന്ന DCയുടെ ആവറേജ് വാല്യൂ ആണ്. ദാറ്റ് ആവറേജ് യു ക്യാൻ റെപ്രസെൻറ്റ് ആസ് 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π. എന്താണ് ഇതിൻ്റെ ഉള്ളിൽ? ഇവിടെ കൊടുത്ത കറൻറ്റിൻ്റെ വാല്യൂവിനെ ഞാൻ പറഞ്ഞു സ്മോൾ ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്താൽ ഇറ്റ് ഈസ് ദ AC വാല്യൂ ഓർ ദ കറൻറ്റ് അറ്റ് എനി ഇൻസ്റ്റാൻറ്റ്. അറ്റ് എനി ഇൻസ്റ്റാൻറ്റ് ദ വാല്യൂ ഈസ് റെപ്രസെൻറ്റഡ് ആസ് Im into sin theta. Im means the maximum possible value of the current. തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി എത്തിക്കഴിഞ്ഞാൽ sin 90 ആയി, ഈ വാല്യൂ 1 ആയി, അപ്പോൾ Im കിട്ടും. തീറ്റയുടെ വാല്യൂ 0 ആണെങ്കിലോ ഇതിൻ്റെ വാല്യൂ 0 ആയി, sin 0 ആയി. തീറ്റയുടെ വാല്യൂ 180 ഡിഗ്രി ആയാലോ -1 ആയി, അപ്പോൾ റിവേഴ്സ് ഡയറക്ഷനായി -Im ആയി. ഓർ ഇൻ ഷോർട്ട് ദ AC ഈസ് ഓൾവേസ് റെപ്രസെൻറ്റഡ് ആസ് Im sin theta. ഓർ കറൻറ്റിന് പകരം വോൾട്ടേജ് എഴുതിയാൽ VM sin theta.
സൈൻ തീറ്റ കോസ് തീറ്റ ഉപയോഗിക്കാം. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് വരുന്നത് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എല്ലാം ഇപ്പോഴും നമ്മൾ സൈൻ തീറ്റ ഉപയോഗിച്ചാണ് റെപ്രസെൻറ്റ്. ചില കേസിൽ കോസ് തീറ്റ ഉപയോഗിക്കാം. രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. കാരണം സൈൻ കർവും കോസ് കർവും തമ്മിൽ ഇനീഷ്യൽ ഫേസ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ ആവറേജ് കാണുമ്പോൾ ഞാനിവിടെ എഴുതി ഇതിൻ്റെ ആവറേജ്. ഏതിൻ്റെ ആവറേജ്? IM സൈൻ തീറ്റയുടെ ആവറേജ് 0 തൊട്ട് 2π വരെ. ഈ 0 തൊട്ട് 2π വരെയുള്ള IM സൈൻ തീറ്റയുടെ ആവറേജ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. അതിന് നമുക്ക് മാത്തമാറ്റിക്സിൻ്റെ ഐഡിയ പ്രകാരം സ്പ്ലിറ്റ് ചെയ്യാം. ഇൻ്റഗ്രേഷന് 0 to πയും π to 2π ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇടയ്ക്ക് വെച്ച് മുറിച്ച് ഡിസ്ക്രീറ്റ് ആയിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. നോക്കൂ, ഈ രണ്ടാമത്തെ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാമത്തെ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ π to 2π. π to 2π എന്ന് പറയുന്നത് നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്. നമുക്കറിയാം ഹാഫ് സൈക്കിള്, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കട്ട് ഓഫാണ്. ഹാഫ് റെക്ടിഫയറിന് ഇല്ല. കാരണം അത് ഇത് നോൺ കണ്ടക്റ്റീവ് സ്റ്റേജ് ആണത്, കണ്ടക്ട് ചെയ്യില്ല, ഔട്ട്പുട്ടിലില്ല. അപ്പോൾ ഔട്ട്പുട്ട് DC, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കറൻറ്റിൻ്റെ ആവറേജാണ് കാണുന്നത്. അപ്പോൾ ഈ ടേമിൻ്റെ ആവശ്യമുണ്ടോ? അത് നമുക്ക് വെട്ടിക്കളയാം, പോയി. അങ്ങനെയാണെങ്കിൽ IM/2π ഇൻ്റഗ്രൽ 0 to π സൈൻ തീറ്റ ഡി തീറ്റ. സൈൻ തീറ്റയെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് തീറ്റ ഇൻ്റഗ്രൽ 0 to π. അതിന് ലിമിറ്റ് അപ്ലൈ ചെയ്ത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 2 എന്ന് കിട്ടും. ഈ മൈനസും പോയി 2 ആയിട്ട് വരും. IM/π. ഓർ ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ DC വാല്യൂ IM/2π ആണ്. IM/2π × 2 ദാറ്റ് ഈസ് IM/π. നമ്മൾ നോട്ട് ചെയ്തു. അപ്പോൾ നമുക്കിതിൻ്റെ ന്യൂമറേറ്ററിൽ വരുന്ന ആവറേജ് വാല്യൂ ഓഫ് ദ DC ഡിറൈവ് ചെയ്ത് വെച്ചു. എന്ത് ഡെറിവേഷൻ? ബൈ യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് ടേക്കിംഗ് ദി ആവറേജ് യൂസിങ് ദ ഇൻ്റഗ്രേഷൻ, ദ കണ്ടിന്യൂസ് സമേഷൻ. ഇതേ ആശയത്തിന് നമുക്ക് IRMSൻ്റെ കൊണ്ടുവരാം. IRMS റൂട്ട് മീൻ സ്ക്വയർ. AC-യുടെ ആവറേജ് കാണാമെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കേസല്ല. വെറുതെ സംഖ്യകളുടെ ആവറേജ് കണ്ടാൽ പോരാ. കാരണം എന്താ? ഈ RMS എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കാൻ കാരണം ഇതിൽ അതിൻ്റെ വാല്യൂവിന് ഡയറക്ഷൻ മാറി വരുന്നുണ്ട്. മുകളിലേക്കും അല്ലെങ്കിൽ ഉയർന്നു വരുന്നു, വാല്യൂ കൂടി വരുന്നു, റിവേഴ്സ് ഡയറക്ഷനിൽ വരുന്നു. അപ്പോൾ പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ കൂടി എടുത്ത് ആവറേജ് കണ്ടാലോ അത് ഈക്വൽ ആണെങ്കിൽ 0 വരും. അപ്പോൾ AC-യുടെ വാല്യൂ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും 0 വരും. അത് ഒഴിവാക്കാൻ ചെയ്യുന്ന മെത്തേഡാണ് റൂട്ട് മീൻ സ്ക്വയർ. ഫുൾ ഫോം ഒന്ന് ചിന്തിച്ച് നോക്കിയാലറിയാം. സ്ക്വയറുകൾ കണ്ടു. എല്ലാ സംഖ്യകളുടെയും സ്ക്വയർ ചെയ്യുമ്പോൾ നെഗറ്റീവ് വാല്യൂ ഉണ്ടെങ്കിൽ നെഗറ്റീവ് പോയി. മൈനസിൻ്റെ സ്ക്വയർ പോസിറ്റീവാണ്. -1ൻ്റെ സ്ക്വയർ +1 ആണ്. -2ൻ്റെ സ്ക്വയർ +2 ആണ്. വാല്യൂ എടുത്തു, ആ മൈനസ് പോയി കിട്ടി. അപ്പോൾ 2 സ്ക്വയർ 1 സ്ക്വയർ ഇങ്ങനെ പറഞ്ഞു അതിൻ്റെ റൂട്ട് എടുക്കുന്നു. ഇത് ഒരു ടൈപ്പിലുള്ളൊരു ആവറേജാണ്. ഡയറക്ഷൻ ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം RMS വെലോസിറ്റി എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുന്ന വെക്റ്റർ കൺസെപ്റ്റ് വരുന്ന ഡയറക്ഷൻസ് വരുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ യൂസ് ചെയ്യുന്നത് വെറുതെ ആവറേജ് കാണില്ല. അതിൻ്റെ സൈൻ കളയാൻ വേണ്ടി സ്ക്വയർ ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് കാണും. അങ്ങനെ ആവറേജ് കണ്ടതിന് ശേഷം റൂട്ട് കണ്ടാൽ അത് ആ സാധാരണ ആവറേജ് കാണുന്നതിന് തുല്യമാണ്. ഏകദേശം എന്ന് പറയാൻ കാരണം ഇപ്പം ഞാൻ 1ൻ്റെയും 2ൻ്റെയും 3ൻ്റെയും കൂടി ആവറേജ് 1 2 3 ഇതിൻ്റെ ആവറേജ് എത്രയാണ്? 2 ആണ് അല്ലേ? പക്ഷെ ഇതിന് ഈ പറഞ്ഞ പ്രകാരം ആവറേജ് കാണാൻ പോയാലോ സ്ക്വയർ ചെയ്ത് മീൻ കണ്ട് റൂട്ട് കാണുന്നു. സ്ക്വയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ 9, 9ഉം 4ഉം 13 14. അതിൻ്റെ ആവറേജ് എത്ര വരിക? 4 പോയിൻറ്റ് സംതിങ് അല്ലേ? 4.6 റൗണ്ട്. ഇതിൻ്റെ റൂട്ട് എടുത്താലോ ഏകദേശം റൂട്ട് എടുത്ത് കഴിയുമ്പോൾ 2 പോയിൻറ്റ് സംതിങ് വന്നു. 2 കിട്ടിയില്ലേ അല്ലേ? പക്ഷേ എക്സാക്റ്റ് 2 അല്ലെങ്കിലും ഓൾമോസ്റ്റ് ദി ആവറേജിൻ്റെതായി നമുക്ക് ഇതുപോലെ ആവറേജ് കാണലാണ് ഇവിടെ ചെയ്യുന്നത്. IRMS എന്ന് പറഞ്ഞാൽ ഇതാണ്. IRMSൻ്റെ സ്ക്വയർ വാല്യൂ കണ്ടതിന് ശേഷം അതിനെ റൂട്ടെടുത്ത് IRMS നമുക്ക് കാണുന്നു. എങ്ങനെ കാണുന്നു? 1/2π ഇൻറ്റു ദ കറൻറ്റിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. IM സൈൻ തീറ്റയാണ് ഏത് മൊമെൻറ്റിലും. ആ വാല്യൂ തന്നെയാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ സ്ക്വയർ ചെയ്തു നോക്കി. ഇൻ്റഗ്രൽ IM²/2π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π എന്നുള്ളത് വെട്ടി 0 to π + π to 2π ആക്കി. ആ ടേം ഞാനിവിടെ എഴുതിയില്ല കേട്ടോ, കാരണം അത് വെട്ടിക്കളയേണ്ട കേസാണ്. π to 2π ക്യാൻസൽഡ്, നോ ഔട്ട്പുട്ട്. ഈ പാർട്ട് എടുത്തു.
സൈൻ സ്ക്വയർ തീറ്റയെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് ഡയറക്റ്റ് അറിയാത്തതുകൊണ്ട് അതിനെ 1 - cos 2θ/2 ആക്കി അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. 1/2 d θ cos 2θ d θയെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ലിമിറ്റ് അപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് π/2 മാത്രമായിരിക്കും. ആ π/2ൽ പൈയും ക്യാൻസൽ ചെയ്താൽ Im²/r. അതിൻ്റെ റൂട്ട് എടുത്താലോ Irms = Im/2. അപ്പോൾ ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ 2 ഇമ്പോർട്ടൻറ്റ് ടേംസാണ്. കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ്. ദ DC ആവറേജ് IDC = Im/π, ദ Irms = Im/2. അത് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എഫിഷ്യൻസി ആയില്ലേ. എഫിഷ്യൻസിയുടെ ഫോർമുല DC ഔട്ട്പുട്ട് പവർ ബൈ AC ഇൻപുട്ട് പവർ എഴുതിയിരുന്നു. IDC² Irms², Im/π എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, Im/2 എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Im² ക്യാൻസൽഡ്, 2² മുകളിൽ വന്നു, 4/π² ഇൻറ്റു ദിസ് 4/π². π² ഏകദേശം 10ൻ്റെ അടുത്താണ് വരും അല്ലേ. അപ്പോൾ 0.406 എന്ന് വരും. 406 ഡിവൈഡഡ് ബൈ RL കൊണ്ട് ഇവിടെയും ഡിവൈഡ് ചെയ്താൽ 1/RF/RL + 1 ഓർ 1/1 + RF/RL. ഇതാണ് എഫിഷ്യൻസിയുടെ ഫോർമുല. നമുക്കിതിനെ ഒന്ന് അപ്രോക്സിമേറ്റ് ചെയ്യാം. RF/RL എന്നൊക്കെ പറഞ്ഞാൽ ഈ രണ്ട് ഇതിൻ്റെ റെസിസ്റ്റൻസാണ്. ഫോർവേഡ് റെസിസ്റ്റൻസ് വളരെ ഭംഗിയായിട്ട് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫോർവേഡ് റെസിസ്റ്റൻസ് വളരെ നിസ്സാരമായിരിക്കും കമ്പയർ ടു ദിസ്. RL എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ലോഡാണ്. ലോഡിൻ്റെ വാല്യൂ കിലോ ഓംസിലോ അല്ലെങ്കിൽ നല്ല വാല്യൂ വരുന്ന 500 ഓം 1000 ഓം ഒക്കെ വരാം. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ലോഡിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ RFൻ്റെ വാല്യൂ 1 ഓമോ 2 ഓമോ ഒക്കെ ഉണ്ടാവുള്ളൂ. RF/RL negligibly small. RF/RL is less than 1. വളരെ ചെറിയ ടേം ആണെങ്കിൽ അതുകൊണ്ട് വെട്ടിക്കളഞ്ഞൂടെ, അത് നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. ദെൻ ദ വാല്യൂ ഈസ് 0.406 ഡിവൈഡഡ് ബൈ 1 ഓർ 0.406. അപ്പോൾ RFൻ്റെ വാല്യൂ ഏറ്റവും കുറവായിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ RF/RL നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാവുന്ന അവസ്ഥ വന്നാൽ യു ക്യാൻ സേ ദ മാക്സിമം എഫിഷ്യൻസി ഓഫ് ദിസ് വൺ ഈസ് 0.406% ആക്കി മാറ്റിയാലോ 40.6%. 50% ഇല്ല കേട്ടോ. നമ്മൾ പകുതി കിട്ടിയതിപ്പോൾ പകുതി ഔട്ട്പുട്ടിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടിയപ്പോൾ 50% കിട്ടിയെന്ന് വിചാരിച്ചു. ബട്ട് ദ എഫിഷ്യൻസി ഈസ് ഓൺലി 40.6%. ക്ലിയർ ദിസ്? ഇതാണ് ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ടേംസ് നമുക്ക് പഠിക്കാനുള്ള, അല്ലെങ്കിൽ നമുക്ക് നോട്ട് ചെയ്യേണ്ട പോയിന്റ്. കീപ് ദീസ് 2 വാല്യൂസ് ഇൻ മൈൻഡ് ആൻഡ് കീപ് ദ ഡെഫിനിഷൻ ഓഫ് എഫിഷ്യൻസി. What is the definition? The DC output power by AC input power, or IDC² divided by Irms² into RF + RL. ഇതാണ് നമുക്കൊരു ഹാഫ് വേവ് റെക്ടിഫയറിൽ പഠിക്കുന്നത്. സർക്യൂട്ട് മനസ്സിലായി, എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലായി. 0 to π വരെ വരുന്ന അല്ലെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ ഇതിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് മാർക്ക് ചെയ്യുന്നത് ഓൺലി ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ്. നോ നീഡ് ഓഫ് ദിസ് വൺ. ദി നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് ആർ കട്ട് ഓഫ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ മൊഡ്യൂളിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പോയിൻറ്റ്സ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ ഒരു സെമി കണ്ടക്ടർ ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സാണ്. അതിൻ്റെ ഫോർവേഡ് ബയാസ്, റിവേഴ്സ് ബയാസ്, അതിൻ്റെ ഗ്രാഫുകൾ. ഫോർവേഡ് ബയാസിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക, റിവേഴ്സ് ഡയറക്ഷനിൽ വരുന്ന ഗ്രാഫ് എന്താണ് വരിക, ഫോർവേഡ് ബയാസിൽ വരുന്ന ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്കിലുള്ള റെസിസ്റ്റൻസിനെ നമ്മൾ 2 വിധത്തിൽ പറഞ്ഞു. ആ DC റെസിസ്റ്റൻസ് എന്നും AC റെസിസ്റ്റൻസും റെപ്രസെൻ്റ് ചെയ്യുന്നു. റിവേഴ്സ് ഡയറക്ഷനിൽ വരികയാണെങ്കിൽ അതിൻ്റെ ബ്രേക്ക് ഡൗൺ എന്താണെന്ന് പഠിച്ചു. ആ ബ്രേക്ക് ഡൗണിനെ ബേസ് ചെയ്ത് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജും അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സും പറഞ്ഞു. ദെൻ നമ്മൾ പഠിച്ചത് ഒരു അപ്ലിക്കേഷൻ ലെവലിൽ ദ ഫസ്റ്റ് അപ്ലിക്കേഷൻ ഈസ് ദ റെക്ടിഫിക്കേഷൻ. എങ്ങനെ നമുക്ക് ഇതിൻ്റെ AC-യെ DC ആക്കി മാറ്റാൻ സാധിക്കും. DC ആക്കി മാറ്റാൻ സാധിക്കുന്നതിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കേസാണ് ഒരു ഇതിന് ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഹാഫ് വേവ് റെക്ടിഫയർ ഹാഫ് മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. ഔട്ട്പുട്ടിൽ ഓൺലി ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ്. അതിന് ബേസ് ചെയ്തുള്ള ഡെറിവേഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ആ ഡെറിവേഷൻ്റെ നമുക്ക് ആകത്തുകയായിട്ട് നമുക്ക് പറയാവുന്നത് എഫിഷ്യൻസിയുടെ വാല്യൂ 40.6% ഓർ 0.406. IDCയുടെ വാല്യൂ
IM/π എന്നും IRMSൻ്റെ വാല്യൂ IM/2 എന്നും പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാം. ഈ 3-4 പോയിൻ്റ് നമുക്ക് ഓർത്ത് വെച്ചാൽ ഈ ഡെറിവേഷന് മറന്നുപോയാലും നമുക്കിതിനെ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവരാം. കാരണം എഫിഷ്യൻസി എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചു. ഔട്ട്പുട്ടിലുള്ള DC-യും ഇൻപുട്ടിലുള്ള AC-യും തമ്മിലുള്ള പവറുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തത്. അപ്പോൾ ഇത്രയും പാർട്ട് നമ്മളൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വി ക്യാൻ കണ്ടിന്യൂ, വി ക്യാൻ ഷിഫ്റ്റ് ഇൻ ടു ദ ഫുൾ വേവ് റെക്ടിഫയർ. ബൈ.